ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ പുതിയ 3 പ്രൊമോയാണ് വന്നിട്ടുള്ളത്. അപ്പം ഒരു പ്രൊമോയ്ക്കകത്ത് അനുവിനുള്ള പണിയുമായിട്ടാണ് ലാലേട്ടൻ വരുന്നത്. രാത്രി ഫുഡ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു പ്രശ്നമുണ്ടല്ലോ, ആര്യനും അതുപോലെ അക്ബറും പിന്നെ നെവിനും തമ്മിലുള്ള പ്രശ്നം. അപ്പം ആര്യനാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം അവിടെ കിച്ചണിനകത്ത് അക്ബർ പോകുന്നു, അതുപോലെ നെവിൻ പോകുന്നു, ക്യാപ്റ്റനായിട്ടുള്ള സാബുമാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ കണ്ടതാണ് ലൈവിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്നൊക്കെ കണ്ടതാണ്. ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു പ്രൊമോ അത് ചോദിച്ചുകൊണ്ട് അനുവിൻ്റെ അടുത്ത് അത് ചോദിച്ചുകൊണ്ട് അപ്പം വേറൊരു പ്രൊമോ എന്ന് വെച്ചാൽ ടിക്കറ്റ് ടു ഫിനാലെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞൊരു പ്രൊമോയാണ്. അപ്പം ഇന്നത്തെ ലാലട്ടൻ്റെ എപ്പിസോഡിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ഒരു ഗെയിം അവിടെ ചെയ്യുന്നുണ്ട്, പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രൊമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ്റെ വെറുപ്പീരൊരു എന്തോ സൂര്യ നമസ്കാരോ എന്തോ യോഗയാ സൂര്യ നമസ്കാരോ, അതെന്താന്ന് പോലും നമുക്കറിയത്തില്ല. അത് കണ്ടിട്ട് എനിക്ക് എന്താന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അത് സൂര്യ നമസ്കാരമാണോ യോഗയാണോ എന്താന്ന് നെവിൻ കാണിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. എന്തോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേറൊരാളാണ് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ അവിടെ പറഞ്ഞേനെ ഈ നെവിനും അതുപോലെ മറ്റുള്ള ആൾക്കാരൊക്കെ. ഇപ്പം ഷാനവാസ് അല്ലെങ്കിൽ അനീഷോ അനുമോളോ ആണിത് ചെയ്തെങ്കിൽ ആ ഒരു കലയെ നാണം കെടുത്തി എന്ന് വേണമെങ്കിൽ പറഞ്ഞ് ഉണ്ടാക്കിയനല്ലേ. അപ്പോൾ നെവിൻ്റെ ഒരു കോപ്രായമുണ്ട്. അതിന് അതല്ല ഞാൻ ആലോചിക്കും, അത് ആ കോപ്രായത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു പ്രൊമോ ഇറക്കി വിട്ടേക്കുവാണല്ലേ. സത്യം പറഞ്ഞാൽ നെവിനെയൊക്കെ ഇങ്ങനെ കാരണം നെവിൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും വീക്കെൻഡ് എപ്പിസോഡിൽ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ചോദിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഒരു കാര്യവും ഇതുവരെ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നെവിൻ ഇങ്ങനെ ഓവറായി പോകുന്നത്. ഇനി ചോദിക്കുമെന്ന് അറിയത്തില്ല, കാരണം ഇനി രണ്ട് മൂന്ന് ആഴ്ചയും കൂടെ ഇനിയുള്ളൂ. അപ്പം അത് നെവിൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 തീരുന്നതിന് മുമ്പ് തന്നെ നെവിൻ ഒരു കൊട്ട് കൊടുക്കണം. അത് ആവശ്യമാണ്. നെവിൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നെവിൻ ഭയങ്കര സംഭവമാണ്, ഭയങ്കര എൻ്റർടൈനറാണ്. സത്യം പറഞ്ഞാൽ നെവിനെ കാണുമ്പം തന്നെ അനുമോള് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അറപ്പ് തോന്നുന്നു. അതേപോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഉള്ള കാര്യം ഉള്ളതുപോലെ ഞാൻ പറയുവാണ് കേട്ടോ. കാരണം നെവിൻ്റെ ആക്ടിങ്ങും ഓവർ ആക്ടിങ്ങും എന്തുവാടേ സത്യം പറഞ്ഞാൽ. ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് ഇന്നലത്തെ പോലെ കുറേ വളിപ്പ് ഓവർ ആക്ടിങ്. അപ്പം ഇന്നും ലാലേട്ടൻ അനുമോൾക്കുള്ള വഴിയായിട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള എല്ലാ ആൾക്കാരെയും കൂടെ റേഷൻ എടുത്താണ് ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അനുവിനെ ഫയർ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഇവിടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഫെയർ അല്ല. കാരണം അവിടെ പല ആൾക്കാരും ഇതുപോലെ പല സമയങ്ങളിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, വേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫുഡ് വേസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് കിച്ചണിൽ ഫുഡിൻ്റെ പേരും പറഞ്ഞിട്ട് അല്ലേ. അപ്പം ആ സമയത്തൊന്നും ഇതൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം അപ്പോൾ ഈ അനുവിൻ്റെ ഒരു പ്രശ്നം ഇത്രയും എടുത്തിട്ട് ചോദിക്കേണ്ട കാര്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം നെവിൻ അന്ന് അനുവും നെവിനും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടല്ലോ രാത്രി ഫുഡിൻ്റെ പേരും പറഞ്ഞ്, ആ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് നെവിൻ ഇതുപോലെ ഫുഡ് കട്ടെടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു, ഫുഡ് വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡ് മോഷ്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പം ചോദിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. അപ്പം അനുവിൻ്റെ മാത്രം എടുത്തിട്ട് ചോദിക്കുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് എനിക്ക് തോന്നുന്നു, കാരണം ടിക്കറ്റ് ടു ഫിനാലയെ ജയിക്കാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അക്ബറൊക്കെ നല്ല രീതിയിൽ ടാസ്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ടാസ്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നല്ല സ്പിരിറ്റിൽ ടാസ്ക് ചെയ്യുന്നുണ്ട്. അനു ചെയ്യുന്നുണ്ട്, അക്ബർ ചെയ്യുന്നുണ്ട്, ആര്യൻ ചെയ്യുന്നുണ്ട്, അതുപോലെ അനീഷും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നല്ല രീതിയിൽ ടാസ്ക് ചെയ്യുന്നവരാണ്. മറ്റുള്ളവരൊക്കെ ചുമ്മാ ടാസ്ക് ഒന്നും ചെയ്യാതെ വെറുതെ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് പോകുന്ന ആൾക്കാരാണ്. ആദില, നൂറ, ലക്ഷ്മി, പിന്നെ നിവിൻ, ഇങ്ങനെ ചുമ്മാ നിന്ന് പോകുന്ന ആൾക്കാർ. അപ്പം കുറച്ച് സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ടാസ്ക് ഒക്കെ വരുമ്പോൾ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ആര്യൻ നല്ലോണമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നു ആര്യൻ കൊണ്ടുപോകാനാണ് സാധ്യതയും തോന്നുന്നത്. ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ഇത് ആര്യൻ കൊണ്ടുപോകാനാണെന്ന് തോന്നുന്നു. കാരണം ആര്യൻ്റെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് ടാസ്ക് തുടങ്ങുന്ന സമയത്ത് ആര്യൻ എങ്ങനെ ആണെങ്കിലും കള്ളത്തരം കാണിച്ചാലും പുള്ളിക്കാരൻ അതിനകത്ത് ജയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ടാസ്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി ആര്യൻ്റെ പ്രകടനങ്ങൾ. കള്ളത്തരം കാണിച്ചാണെങ്കിലും പുള്ളി ജയിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ടാസ്കൊക്കെ അനീഷ് നല്ലോണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനീഷും ചാൻസ് കൂടുതലാണ്. പിന്നെ അക്ബറും
അക്ബറും ടാസ്ക് വൈസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്ബറും അപ്പം എനിക്കിത് ഇവരിൽ കൂടുതൽ ചാൻസ് എനിക്ക് തോന്നുന്നത് ആര്യൻ കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത് കേട്ടോ. ആര്യൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കഴിഞ്ഞ ടാസ്കും അതിൻ്റെ അങ്ങേ ടാസ്കൊക്കെ ആര്യൻ നല്ലോണം, അതുമാത്രമല്ല ഒട്ടുമിക്ക ടാസ്കും ആര്യൻ നല്ലോണമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അനുവിനുള്ളൊരു പണിയായിട്ടാണ് ലാലേട്ടൻ വരുന്നത്. ഫസ്റ്റ് പ്രൊമോ തന്നെ അനുവിനെ ഫയർ ചെയ്യുന്നൊരു പ്രൊമോയാണ് കണ്ടത്. അപ്പം കഴിഞ്ഞ വീക്കിൻ്റെ എപ്പിസോഡ് പോലെ അത്ര ഫയറിങ് ഇല്ല, എന്നാലും ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരി എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ കടലമാവിൻ്റെ കാര്യം പറയുമോയെന്ന് അറിയത്തില്ല, നോക്കാം. കാരണം അത് കടലമാവ് അവർ ഉപയോഗിക്കുന്നില്ലല്ലോ. അനു തന്നെ ലക്ഷ്മി എടുത്ത് പറഞ്ഞ കാര്യമാണ്, കടലമാവ് അവർ ഉപയോഗിക്കുന്നില്ല, അത് മുഖത്ത് തേക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ അനുവിന് പറയാം അവിടെ. കാരണം പുള്ളിക്കാരിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും കൂടെ എടുത്തിട്ട് നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരിയുടെ ഭാഗം ക്ലിയർ ആണ് എന്ന് പുള്ളിക്കാരിക്ക് അത് തെളിയിക്കാം. കാരണം കടലമാവ് അവിടെ വേറെ ആരും ഉപയോഗിക്കുന്നില്ല, കഴിക്കാൻ ഉപയോഗിക്കുന്നില്ല, ഇവർ മുഖത്തങ്ങാണ്ട് തേക്കാനാണ് കുറച്ച് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പം ആ ഒരു വസ്തു കോമൺ ആയിട്ടുള്ളൊരു വസ്തു എങ്ങനെ അതിൻ്റെ ഗണത്തിൽ പെടുത്തും ലാലേട്ടാന്ന് ചോദിക്കാം. കാരണം അത് കുറച്ച് ആൾക്കാരെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ മറ്റുള്ള ആൾക്കാരത് കഴിക്കാൻ ഉപയോഗിക്കുന്നില്ല. അപ്പം അങ്ങനെ ചോദിക്കാം. അപ്പം ഒരുപാട് പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിന് ചോദിക്കാം. പക്ഷേ സമയമാകുമ്പോൾ പുള്ളിക്കാരിക്ക് എനിക്കൊന്ന് പേടിച്ചിട്ടാണെന്നും പുറത്തോട്ടൊന്നും വരത്തില്ല. പേടിച്ചിട്ട് ലാലേട്ടൻ ഒന്ന് ഫയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ എടുത്തിടുമ്പോഴത്തേക്ക് കഴിഞ്ഞു. അപ്പോൾ എന്നാലും ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നടക്കുന്ന ഫേവറിസങ്ങൾ വല്ലതും ഉണ്ടോ, അതോ ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണോ ഇന്ന് നടക്കുന്നത്, അതോ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണോ നടക്കുന്നതെന്നൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാം. പിന്നെ അനുവിന് ഈ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, അല്ലേ? കാരണം നെവിൻ പാലെടുത്ത് കുടിച്ചത്, കാരണം ഇവർക്ക് കൊടുത്ത പാലിൽ നിന്ന് നെവിൻ എടുത്ത് കുടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇവരെല്ലാം ചോദിക്കുന്ന സമയത്ത് നെവിൻ ആ സമയത്ത് തട്ടിക്കയറി സംസാരിക്കുന്നതും, കാരണം അതും ഈ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന റേഷനാണ്. എല്ലാവർക്കും ഈക്വലായിട്ട് അവകാശപ്പെട്ട റേഷനല്ലേ ഈ പറയുന്ന നെവിനും എടുത്ത് ചായ ഇട്ട് കുടിക്കുന്നത്. നെവിൻ മാത്രമല്ല, വേറെ എനിക്ക് തോന്നുന്നു അക്ബറും അതുപോലെ ആര്യനെ കൊണ്ടുവന്നു, ഇവരെല്ലാം എടുത്ത് ചായ ഇട്ട് കുടിക്കുന്നുണ്ട്. അപ്പം അതും ചോദിക്കാമല്ലോ. അപ്പം ഇതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കാൻ സാധിക്കുമെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ലാലേട്ടൻ്റെ മുമ്പിൽ അങ്ങോട്ട് അവതരിപ്പിച്ച് കൊടുക്കണം. അതാണ് വേണ്ടുന്നത്. അപ്പോഴത്തേക്ക് ആ മറ്റുള്ള കാര്യങ്ങളിൽ അനുവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് അനുവിനും പറയാൻ സാധിക്കും. കാരണം ഇപ്പം പുള്ളിക്കാരി കടലമാവ് എടുത്തെന്ന് പറഞ്ഞാണല്ലോ ഇത്രയും വിഷയം ഉണ്ടാക്കുന്നത്. അവിടെ പല ആൾക്കാരും പലതും എടുത്ത് തിന്നുന്നുണ്ട്. തക്കാളി എടുത്ത് തിന്നുന്നുണ്ട്, ആരും തക്കാളി എടുത്ത് തിന്നുന്നുണ്ട്. അതും റേഷനല്ലേ, അതും എല്ലാവർക്കും ഒരിക്കലായിട്ട് ഉപയോഗിക്കേണ്ട സാധനമല്ലേ. അതുപോലെ പാലെടുത്ത് കുടിക്കുന്നുണ്ട്, പാല് പല സമയങ്ങളിലും ഇവരെടുത്ത് ചായ ഇട്ട് സെപ്പറേറ്റ് ചായ ഇട്ട് കുടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവിടെ എല്ലാവർക്കും കുഴപ്പമുള്ളൂ. മറ്റുള്ളവർ അത് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അതാണ് അവിടുത്തെ ഒരു ഗ്രൂപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്നാലും ഇതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അനുകൂലം ഉണ്ട്. പക്ഷെ പുള്ളിക്കാരി സമയമാകുമ്പോഴത്തേക്ക് പേടിച്ചിട്ട് പുള്ളിക്കാരിയുടെ അത് മനസ്സിലൊന്നും വരത്തില്ല, അതാണ് കുഴപ്പം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡ്. അപ്പം